നിനക്കായി മാത്രം സഖി അവസാന ഭാഗം. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ശ്രാവന്തിയുടെ വാക്കിൽ നൽകിയ മുറിവ് അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു. അതേസമയം പുറത്ത് സുമതി അമ്മയും ശ്രീധരനും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നു. വിനയായിരുന്നു അത്. ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ അവൻ അകത്തേക്ക് വരുമ്പോൾ കരഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രാവന്തിക പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവളെ കണ്ടിട്ടും കാണാത്ത പോലെ അവൻ മുഖം താഴ്ത്തി അകത്തേക്ക് നടക്കുകയായിരുന്നു. വിനയ അകത്തേക്ക് വരുമ്പോൾ വീടിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദതയായിരുന്നു. സ്വീകരണ മുറിയിൽ തളർന്നിരിക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ശ്രീധരമേനോൻ തന്റെ മകനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ മുഖം തിരിച്ചു. സുമതി അമ്മയുടെ വിങ്ങിക്കരച്ചിൽ ആ വലിയ ഹാളിൽ മുഴങ്ങി കേട്ടു. അമ്മേ, വിനയ് വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. എനിക്ക് അവന്റെ വാക്കുകൾ മുറിഞ്ഞു. മതി വിനയ്, ശ്രീധരമേനോൻ ഗർജിച്ചു. നിന്റെ ന്യായീകരണങ്ങൾ കേൾക്കാൻ ഈ വീട്ടിൽ ഇനി ആർക്കും താല്പര്യമല്ല. അച്ഛന്റെ വാക്കുകൾ കേട്ട് വിനയ് തകർന്നുപോയി. അവൻ മുകളിലേക്ക് നോക്കി. ജനനിയുടെ മുറി അടഞ്ഞുകിടക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കാൻ ഇപ്പോഴും തനിക്ക് ധൈര്യമില്ല. അവൻ പതിയെ മുകളിലേക്ക് നടന്നു. വാതിൽ മുട്ടി. ജനി, വാതിലോർക്ക്. അവന്റെ ശബ്ദം ശാന്തമായിരുന്നു. അകത്തുനിന്ന് മറുപടിയൊന്നും വന്നില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞ് വാതിൽ പതിയെ തുറക്കപ്പെട്ടു. ജനനി പുറത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. കരഞ്ഞു തീർത്ത പാടുകൾ ആ മുഖത്ത് വ്യക്തമായിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, വല്ലാത്തൊരു നിശ്ചയദാർഢ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗും ഉണ്ടായിരുന്നു. അത് കണ്ട് വിനയ് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. നീ എങ്ങോട്ടാ പോകുന്നു? ജനനി അവന്റെ കൈകൾ വളരെ സാവധാനം വേർപ്പെടുത്തി. വിനി, താൻ നിരപരാധിയാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും. പക്ഷേ ശ്രാവന്തിയുടെ ശരീരത്തിൽ നിങ്ങൾ നടത്തിയ സ്പർശനം അതൊരു സത്യമാണ്. അവളെ ജനനി എന്ന് വിളിച്ചാണ് വിനയെ കീഴ്പ്പെടുത്തിയെന്ന് അവൾ പറയുമ്പോൾ എനിക്ക് തോന്നുക തൻ്റെ ഉള്ളിലെ ജനനി ഇന്നലെ രാത്രി മരിച്ചുപോയെന്ന്. ജനി, ആർ തകർന്ന സ്വരത്തിൽ വിളിച്ചു. എനിക്ക് കുറച്ച് ദിവസം തനിച്ചിരിക്കണം. എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പോവാ. അവിടെ ഇരുന്നാൽ എനിക്ക് പഴയ ജനിയാവാൻ പറ്റൂ. ഇവിടെ ഞാൻ വിനയേട്ടൻ്റെ ഭാര്യ മാത്രമായിരുന്നു. ആ അവകാശം ഇപ്പം എനിക്ക് വല്ലാത്തൊരു ഭാരമായി തോന്നുക. അവൾ പടികളിറങ്ങി താഴേക്ക് നടന്നു. ഉമ്മർത്തി നിൽക്കുന്ന സുമതി അമ്മയെയും ശ്രീധരനെയും കൈകൾ പിടിച്ച് അവൾ യാത്ര ചോദിച്ചു. അവർക്ക് അവളെ തടയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കറിയാമായിരുന്നു അവൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം. ജനനി ഗേറ്റ് അടന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ വിനയ് ബാൽക്കണിയിൽ നിശബ്ദനായി നിന്നുപോയിരുന്നു. അന്ന് രാത്രി വിനയ് കുറെ കുടിച്ചു. തെറ്റ് ചെയ്യാത്താൻ കുറ്റവാളിയായിരിക്കുന്നു, മരിക്കണമെന്ന് പോലും തോന്നിയ നിമിഷം. രാത്രി എപ്പോഴോ കുടിച്ചു മയങ്ങി. രാവിലെ ആരോ വാതിൽ ആഞ്ഞു മുട്ടുന്ന കേട്ടാണ് അവൻ ഉണർന്ന് വാതിൽ തുറന്ന്. സുമതി അമ്മയായിരുന്നത്. മോനെ, രാവിലെ ജനിമോളുടെ അച്ഛൻ വിളിച്ചിരുന്നു. മോൾക്ക് രാവിലെ സുഖമില്ലാതെ തലയുറ്റി വീണോന്ന്. മോള് ഹോസ്പിറ്റലാണെന്ന്. അമ്മ അത് പറഞ്ഞ് വിനയ് നടുങ്ങിപ്പോയിരുന്നു. തലേ ദിവസത്തെ മദ്യപാനത്തിലെ ഹാങ് ഓവർ പോലും ആ നിമിഷത്തിൽ അവൻ വിട്ടുമാറി. ഒന്നും ആലോചിക്കാതെ ഒരു ഭ്രാന്തനെ പോലെ അവൻ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ജനിയുടെ അച്ഛൻ സേതുരാമൻ പുറത്തുണ്ടായിരുന്നു. വിനയെ കണ്ടതും അയാൾ അവനടുത്തേക്ക് നടന്നു. എല്ലാം അയാളും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. അച്ഛാ, ജനി അവൾക്ക് എങ്ങനെയുണ്ട്? വിനയ്ക്ക് ഇതപ്പോടെ ചോദിച്ചു. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. അയാളാണ് അവനെയും കൂടി ലേബർ റൂമിനടുത്തേക്ക് പോയത്. അപ്പോഴേക്ക് ലേബർ റൂമിന് വെളിയിലേക്ക് ഡോക്ടർ വന്നു. വിനയ് വേഗം ഡോക്ടറെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, ജനനി. ഡോക്ടർ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. വിഷമിക്കേണ്ട കാര്യമില്ല. മെന്റൽ സ്ട്രെസ് കൊണ്ട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുണ്ടായ ചെറിയൊരു തളർച്ചയാണ്. പക്ഷേ ഈ അവസ്ഥയിൽ അവൾ ഒരുപാട് ശ്രദ്ധിക്കണം മിസ്റ്റർ വിനയ്. കൺഗ്രാറ്റുലേഷൻസ്. ജനനി പ്രഗ്നന്റ് ആണ്. ആ വാക്കുകൾ കേട്ടതും വിനയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നറിയാത്ത അവസ്ഥ. തന്റെ കുഞ്ഞിനെ വയറ്റിലേറ്റിക്കൊണ്ടാണ് അവൾ ആ രാത്രിയിൽ വീട് വിട്ടിറങ്ങിയെന്ന് ഓർത്തപ്പോൾ അവന്റെ ഉള്ളം പിടഞ്ഞു. സേതുരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. വിനയ് പതുക്കെ ജനനിയുടെ അടുത്തേക്ക് നടന്നു. അവൾ കണ്ണുകൾ തുറന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു. അവൻ വന്നറിഞ്ഞിട്ടും അവൾ മുഖം തിരിച്ചില്ല. ജനി. അവൻ വിറക്കുന്ന കൈകളോട് അവിടെ കയ്യിൽ തൊട്ടു. ജനനി പതുക്കെ കൈപ്പിന് വിളിച്ചു. വിനയ്, ഈ കുഞ്ഞ് ഇത് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമായി വരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതെന്റെ കുഞ്ഞ്, എന്റെ മാത്രം. ജനി. അവന്റെ വാക്കിലിടറി. ജനി, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. പക്ഷെ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. വിനയ് അവളുടെ കാൽക്കിലിരുന്ന് കരഞ്ഞു. ജനനിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങി. വിനയോട് എനിക്ക് വെറുപ്പില്ല. പക്ഷെ ആ മുറിയിലെ ദൃശ്യങ്ങളും ശ്രാവന്തിയുടെ വാക്കുകളും എൻ്റെ ഉള്ളിൽ തീയായി കിടക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ. പക്ഷെ വിനയുടെ കൂടെ പഴയതുപോലെ കഴിയാൻ എനിക്കിനിയും സമയം വേണം. വിനയൊന്നും പറഞ്ഞില്ല. അവൾക്ക് വേണ്ടത് ആ സമാധാനമാണെങ്കിൽ അത് നൽകാൻ അവൻ തീരുമാനിച്ചു. തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആ വലിയ ചതിയുടെ, അത് മറ്റൊരാൾ ചെയ്താണെങ്കിൽ പോലും പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു. വിനയ് പിന്നെ ജനിയെ കാണാൻ ശ്രമിച്ചില്ല. വിനയ് ഇപ്പോൾ നല്ല കുടിയാണ്, സ്വയം നശിച്ചുള്ള കുടി. ഇടയ്ക്ക് സുമതി അമ്മയും ശ്രീധരനും ജനിയെ പോയി കാണുമായിരുന്നു. അവർ തിരികെ വരുമ്പോൾ വിനയ് ആകാംക്ഷയോടെ കാത്തു നിൽക്കും. നേരിട്ട് ചോദിക്കാനുള്ള മടിയോ പേടിയോ കൊണ്ട് അവനൊന്നും മിണ്ടില്ല. മോൾക്ക് ഇപ്പം 5 മാസം കഴിഞ്ഞ് വയറൊക്കെ നന്നായി വെച്ചു തുടങ്ങി. നല്ല ക്ഷീണമുണ്ട് അവൾക്ക്.
അമ്മ സങ്കടത്തോടെ പറയുന്ന കേൾക്കുമ്പോൾ വിനയുടെ കണ്ണ് നിറയും. താൻ അരികിൽ ഉണ്ടാവേണ്ട നിമിഷങ്ങളിൽ അവൾ തനിച്ചാണല്ലോ എന്നോർക്കുമ്പോൾ അവൻ കുടിച്ച മദ്യത്തിന്റെ ലഹരി പോലും നഷ്ടപ്പെടും. തന്റെ കുഞ്ഞവളുടെ ഉള്ളിൽ വളരുന്നതെന്ന ചിന്ത അവൻ ഒരേ സമയം സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. ഒരു നോക്ക് അവളെ കാണാൻ അവന്റെ മനസ്സ് കൊതിച്ചു. അന്ന് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയ്ക്കൊപ്പം അവൻ അമ്പലത്തിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് അവളെ കണ്ടിരുന്നു, തന്റെ ജനിയെ. പഴയതിനേക്കാൾ വിളറിയ മുഖം, പക്ഷേ ഗർഭകാലത്തിന്റെ ആ ഒരു തിളക്കം അവളുടെ കണ്ണുകളിലുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള സാരിയായിരുന്നു വേഷം. ദൂരെ നിന്നുകൊണ്ട് തന്നെ അവൾ കാണാതെ കൊതി തീരെ അവൻ അവളെങ്ങനെ നോക്കി നിന്നു. സുമതി അമ്മ പറഞ്ഞ പോലെ അവളുടെ വയറ് കുറച്ച് ഉന്തി നിൽക്കുന്നുണ്ട്. തന്റെ രക്തം ആ വയറിലൊന്ന് തലോടാൻ, ആ കുഞ്ഞിന്റെ അനക്കമൊന്നറിയാൻ അവന്റെ കൈകൾ അറിയാതെ തരിച്ചു. അവൻ മുന്നോട്ട് നടന്ന അവൾക്കരികിലെത്തുമ്പോൾ വിനയെ കണ്ട് അവൾ പെട്ടെന്ന് നടത്തി നിർത്തി. എന്നാൽ ഒരു നിമിഷത്തെ നോട്ടത്തിന് ശേഷം അവൾ മുഖം തിരിച്ചു അവന് വേദനിപ്പിച്ചു. ജിനി. അവൻ വളരെ പതുക്കെ വിളിച്ചു. അവൾ മറുപടി നൽകിയില്ല. അവനെ നോക്കുക പോലും ചെയ്യാതെ അവൾ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നുപോയപ്പോൾ അവന്റെ ഉള്ളം പിടഞ്ഞു. ജെന്നി പിന്നെ അവിടെ നിന്നില്ല. വന്ന ഓട്ടോയിൽ തന്നെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട്ടിലെത്തി വാതിലടച്ച് കുറെ കരഞ്ഞു. ഇപ്പോഴും ഇഷ്ടമാണ് ആ മനുഷ്യന്, പക്ഷെ അടുക്കാൻ പറ്റുന്നില്ല. കണ്ടപ്പോൾ ഓടിച്ചെന്ന ആ നെഞ്ചിലേക്ക് വീഴാൻ തോന്നിയതാണ്. പക്ഷെ ആ ഹോട്ടൽ മുറിയിലെ കാഴ്ചകളും ശ്രാവന്തികയുടെ ചിരിയും തന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഒന്നിനും കഴിയുന്നില്ല. അവളുടെ ഉള്ളു നീറി പുകഞ്ഞു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അന്നൊരു ദിവസം ഭയത്തോടെയായിരുന്നു ആ ഹോട്ടലിലെ ക്ലീനർ പയ്യൻ അവനെ കാണാൻ അവന്റെ ക്യാബിനെത്തിയത്. അവന് ചിലത് വിനയോട് പറയാനുണ്ടായിരുന്നു. അന്ന് വിനയെയും കൂട്ടി ശ്രാവന്തിക മുറിയിലേക്ക് പോയപ്പോൾ അവിടെ എന്തായിരിക്കും നടന്നെന്നറിയാനുള്ള കൗതുകത്തിന്റെ പുറത്ത് അവൻ കാണിച്ചിരുന്ന വിവരക്കേട്. മുറിയിൽ ചെറിയൊരു ക്യാമറ വെച്ചു. ദുരുദ്ദേശത്തോടെയായിരുന്നു നന്നായി ചെയ്തെങ്കിലും ഇന്ന് അവന്റെ ജീവിതം രക്ഷിക്കാനായിരുന്നു ആ പയ്യൻ ആ മെമ്മറി കാർഡ് അവനെ ഏൽപ്പിച്ച്. വിനയ് അത് സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ കടപ്പിൽ ഞെരിഞ്ഞിരുന്നു. ചതി, വീണു ചതിയാണ് രവിയും തന്റെ അപ്പച്ചി അവരുടെ മകളും കൂടി ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ അവന്റെ നിയന്ത്രണം വിട്ടു. ഭ്രാന്തി പിടിച്ചവനെ പോലെ അവൻ നേരെ പോയത് രവിയെ കാണാൻ അവന്റെ വീട്ടിലേക്കായിരുന്നു. വിനയുടെ കാർ മുറ്റത്ത് വന്നിന്ന് കണ്ടിട്ടായിരുന്നു രവി വരാന്തയിലേക്ക് ഇറങ്ങിയത്. അവന്റെ മുഖത്തെ രൗദ്രഭാവം അയാളെ ഭയപ്പെടുത്തി. വിനയ് രവിയുടെ കോളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവന്റെ കണ്ണുകളിൽ ആ സമയം കൊലവിളിയായിരുന്നു രവി കണ്ടത്. സത്യം പറഞ്ഞോടാ രവി, ആ മുറിയിൽ എന്താന്ന് നടന്ന്? വിനയന്റെ രൗദ്രഭാവം കണ്ടപ്പോൾ രവി വിറച്ചുപോയി. അയാൾ കൈകൂപ്പി കരഞ്ഞു. സാർ, എന്നോട് ക്ഷമിക്കണം. ശ്രാവന്തികയുടെ അമ്മ പറഞ്ഞിട്ട് ഞാനത് ചെയ്ത്. സാറിന് ബോധം പോയപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ഞാൻ വീഡിയോ എടുത്ത് മാഡത്തിന് അയച്ചു കൊടുത്തെന്നല്ലാതെ വേറൊന്നും അവിടെ നടന്നിട്ടില്ല. ഭയന്ന് വിറച്ചുള്ള രവിയുടെ തുറന്നു പറച്ചിൽ വിനയ് വിറച്ചു. രവിയെയും വലിച്ചഴിച്ച് വിനയ് നേരെ പോയ തന്റെ അപ്പച്ചി വിമലയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഹാളിൽ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു വിമലയും ശ്രാവന്തികയും. വിനയെ കണ്ടത് അവരൊന്ന് ഞെട്ടി. വിനയ് രവിയെ പിടിച്ച് അവർക്ക് മുന്നിലേക്ക് തള്ളി. വിനയ്, നീ എന്താ ഇവിടെ? ഇവനെന്താ? അപ്പച്ചി പരിഭ്രമത്തോടെ ചോദിച്ചു. വിനയൊന്നും മിണ്ടിയില്ല. രവി വിറച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അക്കമിട്ട് പറഞ്ഞു. ശ്രാവന്തിയുടെ മുഖത്ത് ആത്മവിശ്വാസം കെട്ടു. വിനയ് മോനെ, അത്... അപ്പച്ചി എന്തോ പറയാൻ തുടങ്ങിയ വിനയ് കൈയുയർത്തി അവിടെ തടഞ്ഞു. നിർത്തിക്കോ, ഇനി ഒരക്ഷരം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ ഞാൻ... അവൻ പല്ലടിച്ച് നിർത്തി. പിന്നെ നീയൊക്കെ ഒരു പെണ്ണാണോടി? സ്വന്തം മാനം മറ്റൊരുത്തിന് മുന്നിൽ നഷ്ടമായെന്ന് പറഞ്ഞു നടക്കുന്നത് നീയൊന്നും ഒരു പെണ്ണല്ല. ശ്രാവന്തിക തലാഴ്ത്തി. ഇപ്പൊ ഞാൻ പോവാ. ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോയാ പഴയ വിനയായിരിക്കണം നിങ്ങൾ കാണുന്നത്. അവസാനം അതുകൂടി ഓർമ്മപ്പെടുത്തി അവൻ പോകുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നറിയാതെ നിന്ന് പോയിരുന്നു ആ അമ്മയും മോളും. വിമലാപ്പച്ചിയുടെ വീട്ടിൽ നിന്നിറങ്ങിയ വിനയന്റെ ഉള്ളിൽ ആശ്വാസമല്ല, മറിച്ച് കനലെരിഞ്ഞ കടുത്ത ദേഷ്യമായിരുന്നു. താൻ തെറ്റുകാരനില്ലെന്ന സത്യം അവനെ സന്തോഷിപ്പിച്ചില്ല. പകരം ആ സത്യമറിയാതെ തന്നെ വെറുത്തുപേക്ഷിച്ചു പോയ ജനനിയുള്ള വാശി അവനിൽ നിറഞ്ഞു. ആ നേരം ആളിയക്കൽ വീട്ടിലേക്ക് ചെന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ശ്രീധരനും സുമതിയമ്മയും അവനെ കാത്തിരിക്കുകയായിരുന്നു. വിനയ ആ മെമ്മറി കാർഡ് അവർക്ക് മുമ്പിൽ വെച്ചു. ഇത് കാണണം നിങ്ങൾ, എന്നിട്ട് തീരുമാനിക്കണം നിങ്ങളുടെ മകൻ ആരാണെന്ന്. വീഡിയോ കണ്ടു തീർന്ന സുമതി അമ്മയുടെ കൈകൾ വിറച്ചു. അവർ മകനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോനെ, ഞങ്ങൾ നിന്നോട് കാണിച്ച വലിയ തെറ്റാ. ഞങ്ങൾ ആ ചതി തിരിച്ചറിഞ്ഞില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ മോന്റെ കൈകൾ മുറുകെ പിടിച്ചു. ജനനി മോളെ നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരണം. അവൾ ഇതറിയുമ്പോൾ നിന്റെ അടുത്തേക്ക് ഓടി വരും. അവരുടെ ഉള്ളിൽ അവളെ കൂട്ടാനുള്ള ആവേശമായി. പക്ഷെ ആ ആവേശം അവന്റെ മുഖത്ത് അവർ കണ്ടില്ല. അവർ അവനെ തന്നെ നോക്കി നിന്നു. വേണ്ടമ്മേ. വിനയുടെ സ്വരം കഠിനമായിരുന്നു. സത്യം അവൾ അറിയണ്ട. ശ്രീധരമേനോൻ അമ്പരപ്പോടെ അവനെ നോക്കി. അതെന്താ വിനയ് നീ ഇങ്ങനെ പറയുന്നത്? അവള് നിന്റെ ഭാര്യയല്ലേ? അപ്പൊ അവരറിയുന്ന നീറ്റില് അത് ഞങ്ങൾക്കും അറിയാം. അയാൾ പറയുമ്പോൾ അവന്റെ മുഖം വരിഞ്ഞു മുറുകി. അവള് നീറട്ടെ അച്ഛാ. കാരണം ഞാനും നീറുകയായിരുന്നു മാസങ്ങളോളം. അവൾ എന്നെ സ്നേഹിച്ചിരുന്ന ആ തഹസീൽദാർ പദവിയുടെ ആദർശം വെച്ചാണോ? ആയിരിക്കും. കാരണം ഒരാളൊരു കെണിയിൽ വീഴുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടവൾ തന്നെ ആദ്യം കല്ലെറിഞ്ഞു. ഞാൻ എത്ര കെഞ്ചിയിട്ട് അവൾ എന്റെ മനസ്സ് കണ്ടില്ല. ആ വാതിലുകൾ എനിക്ക് മുമ്പിൽ അവൾ അടച്ചു. സ്വന്തം ഭർത്താവിനേക്കാൾ അവൾ വിശ്വസിച്ച ശ്രാവന്തികയാ. വിനയ്, അവള് ഗർഭിണിയാ മോനെ. സുമതി അമ്മ ഓർമ്മിപ്പിച്ചു. എനിക്കറിയാമേ, ആ കുഞ്ഞിനുള്ള കടമ ഞാൻ ചെയ്യും.
അവൾക്ക് വേണ്ട പണമോ സൗകര്യങ്ങളോ നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവൾക്ക് മുന്നിൽ നിരപരാധിത്വം തെളിയിച്ച് കൈകൂപ്പിച്ചാൽ എനിക്കാവില്ല. ഞാൻ തെറ്റുകാരനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവൾക്ക് എന്നിലേക്ക് തിരിച്ചു വരാൻ തോന്നുന്ന ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് മാത്രമേ ഈ വിനയെ അവളെ സ്വീകരിക്കൂ. അതുവരെ ഇവളതൊന്നും അറിയണ്ട. ഇതെന്റെ തീരുമാനമാണ്. വിനയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവനെ തിരുത്താൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അടുത്ത ദിവസങ്ങളിൽ വിനയ ആകെ മാറിപ്പോയി. മദ്യപാനവും പൂർണ്ണമായി നിർത്തി. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷെ ജനനിയുള്ള മരവിപ്പ് മാത്രം അതേപോലെ തുടർന്നു. ജനനിയുടെ അച്ഛൻ സേതുരാമൻ ഇടയ്ക്ക് വിനയനെ വിളിക്കുമായിരുന്നു. വിനയ് ഫോൺ എടുക്കും, കാര്യങ്ങൾ തിരക്കും. പക്ഷെ ജനനിയോട് സംസാരിക്കാൻ ഒരിക്കലും അവൻ തയ്യാറായില്ല. ജനനി ഫോണിനരികിൽ വന്ന് നിൽക്കുന്നറിഞ്ഞാൽ അവൻ അപ്പോൾ തന്നെ കോള് കട്ട് ചെയ്യും. അത് അവളും ശ്രദ്ധിച്ചു. അവളുടെ ഉള്ള നീറി തുടങ്ങി. വിനയ് തന്നെ തീർത്ത് ഉപേക്ഷിച്ചോ എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. തന്റെ ഗർഭകാലത്തിന്റെ ഓരോ ഘട്ടത്തിലും വിനയ് കൂടെയില്ലാത്തത് അവളെ തളർത്തി. ഒരു ദിവസം സുമതി അമ്മ ജനനിയെ കാണാൻ വീട്ടിലെത്തി. ജനനിയുടെ മുഖത്തെ വിഷാദം കണ്ടപ്പോൾ അമ്മയ്ക്ക് സത്യം വിളിച്ചു പറയാൻ തോന്നിയതാണ്. പക്ഷേ വിനയുടെ വാശി അവരെ തടഞ്ഞു. അമ്മേ, വിനയേട്ടൻ? ജനനി ഉള്ളിലെ വിങ്ങൽ മറച്ചവനെ കുറിച്ച് ചോദിച്ചു. സുമതി അമ്മ അവളുടെ തലയിൽ തലോടി. അവന്റെ ഉള്ളിൽ വലിയൊരു മുറിവുണ്ട് മോളെ, അത് ഉണങ്ങാൻ സമയമെടുക്കും. തെറ്റ് ചെയ്ത് അയാളല്ലേ അമ്മേ, എനിക്കല്ലേ മുറിവുണ്ടാവേണ്ടത്? ജനനി തേങ്ങി. അമ്മ മറുപടി ഇറങ്ങിപ്പോകുമ്പോൾ പുറത്ത് കാറിൽ വിനയിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വീടിനുള്ളിലേക്ക് നോക്കിയില്ല. ജനനി ജനാലയിലൂടെ അവനെ കണ്ടു. അവൻ ഒരു തവണ പോലും അങ്ങോട്ട് നോക്കാതെ വണ്ടിയെടുത്ത് പോയപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. വിനയുടെ വാശി വിജയിക്കുകയായിരുന്നു. ജനനി തന്റെ ഉറച്ച ആദർശങ്ങളിൽ നിന്ന് പതിയെ തിരിഞ്ഞു തുടങ്ങി. അവന് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും അവൻ തന്റെ ഭർത്താവാണെന്നും അവനില്ലാത്ത എനിക്കിനി വയ്യെന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷത്തിലേക്ക് വിനയ അവളെ എത്തിച്ചു. പക്ഷെ അപ്പോഴേക്ക് അവൾ തീർത്തും നിസ്സഹായായി പോയിരുന്നു. അടുക്കാൻ ശ്രമിച്ചാലും അടുക്കാൻ കഴിയാത്തതിൽ അവർ അകന്നു കഴിഞ്ഞിരുന്നു എന്ന സത്യം അവളും അറിഞ്ഞു തുടങ്ങി. ജനനിയുടെ ഗർഭകാലം അതിന്റെ അവസാന നാളുകളിലേക്ക് അടക്കുകയായിരുന്നു. 9-ാം മാസത്തിന്റെ തളർച്ചയിൽ അവൾ കാത്തിരുന്ന് തന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ വിനയേട്ടൻ ഓടിവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേട്ട വാർത്ത അവളുടെ ലോകം തന്നെ തകർത്ത് കളഞ്ഞു. വിനയ് ശ്രീധർ വീണ്ടും വിവാഹിതനാവുന്നു. പെണ്ണ് ശ്രാവന്തിക. നാട്ടിലെ ഒരു പ്രാദേശിക പത്രത്തിൽ വന്ന ചെറിയൊരു വാർത്താക്കുറിപ്പ് കണ്ടപ്പോൾ ജനനിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ അവന്റെ കുഞ്ഞിനെ വയറ്റിലേറ്റിക്കൊണ്ടിരിക്കെ മറ്റൊരു പെണ്ണിനെ അവൻ, അതും തങ്ങളുടെ ജീവിതം തകർത്തവളെ, അവൻ വിവാഹം കഴിക്കുമെന്നോ? അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ഓടി. അച്ഛാ, ഇത് കണ്ടോ? വിനയേട്ടൻ ശ്രാവതിയെ കെട്ടാൻ പോകുന്നു. ഇതിനാണ് എന്നെ ഇവിടെ ഉപേക്ഷിച്ച്? ഇതിനാണ് അയാൾ എന്നെ കൈവിട്ടത്? സേതുരാമൻ ആ വാർത്തയിലേക്ക് നോക്കി. പക്ഷേ ജനനി പ്രതീക്ഷ ദേഷ്യമോ വെപ്രാളമോ അദ്ദേഹത്തിന് മുഖത്തുണ്ടായിരുന്നില്ല. അയാൾ നിശബ്ദനായി തലതാഴ്ത്തിയിരുന്നു. അച്ഛാ, അച്ഛനെന്തോന്നും മിണ്ടാത്തെ? അച്ഛൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞാണോ? അവൾ അച്ഛനെ പിടിച്ചുരുക്കി. മോളെ, അവനെന്താണോ തീരുമാനിച്ചാൽ നടക്കട്ടെ. എനിക്കൊന്നും ഇതിൽ പറയാനില്ല. അച്ഛന്റെ ആ നിസ്സംഗത ജനയെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു. ആരും തനിക്ക് നീതി നൽകില്ലെന്ന് ഉറപ്പായപ്പോൾ തളർന്നു വീണാൻ പോയ മനസ്സിനെ അവൾ വാശിയോടെ പിടിച്ചു നിർത്തി. 9-ാം മാസത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അവന് നേരിട്ട് കാണാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ ഒരു ഓട്ടോ പിടിച്ച് നേരെ മാളിയേക്കൽ വീട്ടിലേക്ക് പാഞ്ഞു. വീടിനുമ്പിൽ പന്തൽ ഉയർന്നിട്ടുണ്ട്. ലൈറ്റുകളും അലങ്കാരങ്ങളും കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ കനലിരിഞ്ഞു. അവൾ ഓരോ പടികളും പ്രയാസപ്പെട്ട് കയറി ഹാളിലേക്ക് നടന്നു. അവിടെ വിനയുണ്ടായിരുന്നു. സാധാരണ വീട്ടിലിടുന്ന ടീഷർട്ടും മുണ്ടുമെടുത്ത് തികച്ചും ശാന്തനായി തന്റെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നോക്കിക്കാണുന്നവനോട് അവൾക്ക് വെറുപ്പ് തോന്നി. വിനയ് ശ്രീധർ! ഹാളിൽ അവളുടെ ശബ്ദം മുഴങ്ങി. വിനയ് പതിയെ തിരിഞ്ഞു നോക്കി. മാസങ്ങൾക്ക് ശേഷം തന്റെ മുന്നിൽ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന ജനനിയെ കണ്ടപ്പോൾ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവളുടെ വിങ്ങിയ മുഖവും നീർവീക്കമുള്ള കാലുകളും കണ്ടപ്പോൾ ഓടിച്ചെന്ന് താങ്ങാൻ തോന്നിയെങ്കിലും അവൻ ആ വാശി മുറുകെ പിടിച്ചു. അവൻ മുഖത്ത് ഗൗരവം വരുത്തി. താനെന്തിനെ ഇങ്ങോട്ട് വന്ന്? ഈ അവസ്ഥയിൽ യാത്ര ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? വിനയ് തണുപ്പമട്ടിൽ ചോദിച്ചു. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാനൊരുങ്ങുമ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ കഴിഞ്ഞില്ല. താൻ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോ? ശ്രാവന്തിക തന്നെ വേണമായിരുന്നു തനിക്ക്. താൻ ചെയ്ത തെറ്റിന് അവൾ തന്നെയായിരുന്നു കാരണം. എന്നിട്ട് അവൾ തന്നെയാണ് താൻ വീണ്ടും സ്വീകരിക്കുന്നത്. വിനയ് ഒരു പൂച്ചച്ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു. തെറ്റ്? അതെ, എനിക്ക് തെറ്റുപറ്റി. പക്ഷെ അത് നിനക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിരുന്നു ജനി. അന്ന് നീ എന്റെ വാക്കുകൾക്ക് എന്ത് വിലയാ തന്ന്? നീ എന്നെ ഒരു കുറ്റവാളിയാക്കി മുദ്രകുത്തി ഇറങ്ങിപ്പോയി. എന്റെ നിരപരാധത്തെക്കാൾ നിനക്ക് വലുത് നിന്റെ ആദർശങ്ങളായിരുന്നു. ഇന്നെനിക്ക് എന്റെ ഇഷ്ടങ്ങളാണ് വലുത്. ശ്രാവന്തിക എന്നെ സ്നേഹിക്കുന്നു. അവൾ എന്നെ മനസ്സിലാക്കുന്നു. വിനയ്, നിങ്ങളെന്നോട് ഈ ചെയ്യുന്ന ക്രൂരതയാ. അവൾ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ചു. ഈ കുഞ്ഞ് നാളെ ചോദിക്കില്ലേ എന്റെ അച്ഛൻ എവിടെയെന്ന്? അതിനവനൊരു അച്ഛനുണ്ടാവുമല്ലോ, ഞാൻ തന്നെ. പക്ഷെ അവന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടാവില്ലെന്ന് മാത്രം. അതിന് കാരണം നീ മാത്രമാ. അവനവളുടെ കൈകൾ പതിയെ തട്ടിമാറ്റി. ശ്രാവന്തികയെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അവളൊരു കള്ളിയാ. അവളൊന്ന് കള്ളം പറയായിരുന്നു. എന്ത് കള്ളം? അന്ന് അവൾ പറഞ്ഞൊക്കെ നീ വിശ്വസിച്ചല്ലേ ജനി? നീ വിശ്വസിച്ച സത്യമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് പരാതി ഉണ്ടാവാൻ പാടില്ല. വിനയുടെ വാക്കുകളിലെ ഓരോ അക്ഷരം അവളെ തളർത്തിക്കൊണ്ടിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ അവിടെയുള്ള ഒരു സോഫയിൽ മുറുകെ പിടിച്ചു. നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ലേ വിനയ്? ഇല്ല, അവൻ അലറി.
നീ എന്റെ മനസാക്ഷി കൊന്നുകളഞ്ഞു. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. നാളെ എന്റെ കല്യാണം, എനിക്ക് തിരക്കുണ്ട്. ജനനി വിറക്കുന്ന കൈകളോടെ വിനയം നോക്കി. ആ കണ്ണുകളിൽ തന്നെ ഉള്ള സ്നേഹത്തിന്റെ ഒരു തരി പോലുമില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് അവളുടെ അടിവയറ്റിൽ കടുത്ത വേദന അനുഭവപ്പെട്ടു. എനിക്ക് വയ്യ. ആൾ വയറിൽ കൈവച്ച് താഴേക്ക് ഇരുന്നു പോയി. ആളുടെ വസ്ത്രം നനയുന്ന കണ്ടപ്പോൾ വിനയുടെ മുഖത്തെ ഗൗരവം നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായി. അവൻ പരിഭ്രമത്തോടെ അവളെ താങ്ങി പിടിച്ചു. ജെനി എന്താ പറ്റിയത്? എന്നെ തൊടരുത്. വേദനക്കിടയിലും ആളവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ വേദനയുടെ ആധിക്യത്താൽ ആളവനെ തോളിലേക്ക് തന്നെ വീണു. വിനയ അലറിക്കൊണ്ട് അച്ഛനെ അമ്മയും വിളിച്ചു. അമ്മേ, അച്ഛാ, വേഗം വണ്ടി എടുക്ക്, ജെന്നിക്ക് വേദന വരുന്നു. അവളെ കോരിയെടുത്ത് കാറിലേക്ക് ഓടുമ്പോഴും വിനയന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തന്റെ വാശി ഒരു പക്ഷെ തന്റെ കുഞ്ഞിന്റെയോ ജനയുടെയോ ജീവനെ ബാധിക്കുമോ എന്ന പേടി അവന്റെ ഉള്ളിൽ ഇടുത്തി പോലെ വീണു. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ ജനനിയുടെ ബോധം മറഞ്ഞു. ആശുപത്രിയിലെ ലേബർ റൂം ആകെ നിശബ്ദമായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന ജനനിയുടെ കൈകൾ വിനയ് മുറുകെ പിടിച്ചിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിലെ എല്ലാ ദേഷ്യവും അലിഞ്ഞുപോയിരുന്നു. കുറെ സമയത്ത് അവളുടെ കരച്ചിലുകൾക്കൊടുവിൽ ആ മുറിയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി കേട്ടു. ആൺകുഞ്ഞ. നേഴ്സ് കുഞ്ഞിനെ തുടച്ച് ജനനിയുടെ അരിയിലേക്ക് കിടത്തുമ്പോൾ വിനയുടെ കണ്ണുകൾ നിറഞ്ഞു. വിനയ് കുനിഞ്ഞവളുടെ നെറുകിൽ ആർദ്രമായി ചുംബിച്ചു. ശേഷം തന്നെ മകന്റെ നെറ്റിയിൽ അവനെ ഉമ്മവച്ചു. ജനനി വിസ്മയത്തോടെ അവനെ നോക്കി. ആ കണ്ണുകളിൽ കണ്ടത് പഴയ വിനയായിരുന്നു. സ്നേഹമുള്ള കരുതലുള്ള വിനയ്. അപ്പോൾ വിവാഹമോ, ശ്രാവന്തികയോ? അവനോട് ഇപ്പോഴും അവൾക്ക് സ്നേഹമുണ്ടോ? അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഇരമ്പി. റൂമിലേക്ക് മാറ്റിയ ശേഷവും വിനയ് അവൾക്കും കുഞ്ഞിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ലേബർ റൂമിൽ വെച്ച് കണ്ട ആ സ്നേഹം പിന്നീട് അവൾ കണ്ടില്ല. ഇടയ്ക്ക് ജനനി വിവാഹത്തെക്കുറിച്ച് അവനോട് ചോദിച്ചപ്പോൾ അവന്റെ ഭാവം വീണ്ടും മാറി. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ജെനി, കുഞ്ഞിനോടുള്ള കടമ ഞാൻ നിറവേറ്റും. പക്ഷെ നാളെ എന്റെ വിവാഹ. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. നീ വേഗം സുഖം പ്രാപിക്കണം. അവന്റെ വാക്കുകൾ കേട്ട് ജനനി തകർന്നു പോയി. ലേബർ റൂമിൽ വെച്ച് താൻ കണ്ടത് വെറും തോന്നലുകളായിരുന്നു. ഒടുവിൽ അവൾ ആ സത്യവുമായി പൊരുത്തപ്പെടാൻ തീരുമാനിച്ചു. തന്റെ കുഞ്ഞിനു വേണ്ടി താൻ ജീവിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയ ദിവസം വിനയ് തന്നെയാണ് അവൾ കാറിൽ കയറ്റിയത്. പക്ഷേ കാർ അവളുടെ വീട്ടിലേക്കല്ല പോയത്. ഇന്നെന്റെ കല്യാണം, നീയും കുഞ്ഞവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, വിനയ് ശാന്തനായി പറഞ്ഞു. ജനനിയൊന്നും മിണ്ടിയില്ല. കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് അവൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു. തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന കാണാൻ വിധിക്കപ്പെട്ടവളാണല്ലോ താനെന്നോർത്ത് അവൾ നീറി. കാർ മാളിയേക്കൽ വീണ്ടും ഗേറ്റ് മുമ്പിൽ നിന്നു. ജനനി വിറക്കുന്ന കൈകളോടെ കുഞ്ഞുമായി കാറിൽ നിന്ന് ഇറങ്ങി. മുറ്റത്ത് വലിയൊരു പന്തൽ ഉയർന്നിട്ടുണ്ട്. നിറയെ പൂക്കളും തോരണങ്ങളും. പക്ഷെ അവിടെ ശ്രാവന്തികയോ അവിടെ ബന്ധുക്കളെയൊന്നും ജനി കണ്ടില്ല. ജനനി പതുക്കെ പന്തലിലേക്ക് നടന്നു. അവിടെ വലിയൊരു ബോർഡ് തൂക്കിയിരുന്നു. അതിലെ വരികൾ കണ്ടതും ജനനി തറഞ്ഞു പോയി. ഞങ്ങളുടെ കുഞ്ഞു രാജകുമാരന് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് സ്വാഗതം. അവൾ അമ്പരപ്പോടെ ചുറ്റും നോക്കി. സുമതി അമ്മയും ശ്രീധരമേനോനും അവരുടെ അച്ഛൻ സേതുരാമനും ചിരിച്ചുകൊണ്ട് വരാന്തയിൽ നിൽക്കുന്നു. അവരുടെ കയ്യിൽ ശ്രാവന്തികയുമായുള്ള വിവാഹത്തിന്റെ ക്ഷണക്കത്തല്ല, മറിച്ച് തന്റെ കുഞ്ഞിന്റെ പേരുകൾ ചടങ്ങിന്റെ കാർഡുകളായിരുന്നു. അപ്പോഴേക്കും വിനയ അവിടെ പിന്നിലെത്തി. അവനവരുടെ തോളിൽ കൈവച്ചു. ശ്രാവന്തികയായിട്ടുള്ള വിവാഹം? അതൊരു കള്ളമായിരുന്നു ജെനി. നിനക്കിന് എത്രത്തോളം വേണമെന്ന് നീ തന്നെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കാട്ടിയൊരു നാടകം. എന്റെ ഈ ജീവിതത്തിൽ നീയും നമ്മുടെ കുഞ്ഞല്ലാതെ മറ്റൊരു പെണ്ണില്ല. ജനനി വിശ്വസിക്കാനാവാതെ വിനയെ നോക്കി. അപ്പോ ആ പത്രത്തിലെ വാർത്ത? അതൊക്കെ ഞാൻ തന്നെ കൊടുത്തതാ. നിന്റെ ആദർശങ്ങളെക്കാൾ നിനക്ക് എന്നെ വേണമെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു. നീ എന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സുമതി അമ്മ ഓടി വന്ന് കുഞ്ഞിനെ വാങ്ങി. മോൾക്ക് സങ്കടമായെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ വിനയന്റെ വാശിക്ക് മുമ്പിൽ ഞങ്ങൾക്കും തോറ്റു കൊടുക്കേണ്ടി വന്നു. ജനനി കരഞ്ഞോട് വിനയന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വിനയേട്ടാ. അന്നായിരുന്നു അവൾ ആദ്യമായി അവനെ വിനയേട്ട എന്ന് വിളിക്കുന്നത്. വിനയ അവളെ മുറുകെ പിടിച്ചു. ഇനി നമ്മൾ തമ്മിൽ ഒരു രഹസ്യവുമില്ല, ഒരു പിണക്കവുമില്ല. നമ്മുടെ മകൻ വളരുന്നത് ഈ സ്നേഹത്തിന് നടുവിലായിരിക്കും. പന്തലിൽ കുഞ്ഞിനായുള്ള പാട്ടുകൾ മുഴങ്ങി. അത് വിനയന്റെ വിവാഹമായിരുന്നില്ല, മറിച്ച് തകർന്നു പോകുമായിരുന്ന ഒരു കുടുംബത്തിന്റെ പുനർജന്മമായിരുന്നു. ജനനി തന്റെ കുഞ്ഞിനെയും വിനയെയും നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടത്തിന്റെ അല്ല, സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങൾ മാളിയേക്കൽ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ മാത്രമായിരുന്നു നിലനിന്നത്. വിനയന്റെ നിർബന്ധപ്രകാരം നടന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ജനനിക്ക് തന്റെ ജോലി തിരികെ കിട്ടി. 3 മാസങ്ങൾക്ക് ശേഷം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ആകാശം ചെമ്പരത്തി പൂവിന്റെ നിറമണിഞ്ഞിരിക്കുന്നു. മാളിയേക്കൽ വീടിന്റെ മുമ്പിൽ വിനയന്റെ കാർ വന്നു നിന്നു. ഓഫീസിലെ തിരക്കുകൾ കഴിഞ്ഞു വരികയാണെങ്കിലും വിനയുടെ മുഖത്തൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. കാരണം ഇന്ന് ജനനി ജോലിയിൽ തിരികെ പ്രവേശിച്ചതിന്റെ ആദ്യ ദിവസമാണ്. അവൻ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ തന്റെ 3 മാസം പ്രായമുള്ള മകൻ കണ്ണന്റെ കുറുമ്പ് നിറഞ്ഞ കരച്ചിൽ കേട്ടു തുടങ്ങിയിരുന്നു. വിനയ അകത്തേക്ക് വരുമ്പോൾ ജനി ഉണ്ടായിരുന്നു അവിടെ. അവൾ രാവിലെ തന്നെ അവനെ കൂട്ടായ ജോലിക്ക് പോയതിന്റെ പരിപാടി അവൻ കാട്ടുന്നത്. അവൾ ഓഫീസിൽ നിന്ന് വന്ന വഴിയാണെന്ന് വേഷം കണ്ടപ്പോൾ മനസ്സിലായി. സോഫയിലിരിക്കുന്നവരുടെ മടിയിൽ കുഞ്ഞുമുണ്ട്. അവനവളുടെ മുടിയിലും സാരിയിലൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട്. അവൾ അതൊക്കെ ആസ്വദിച്ച് അവന്റെ കുഞ്ഞുകളിൽ മൂക്ക് ഉരസുന്നുണ്ട്. വിനയ അകത്തേക്ക് നടന്നു.
തഹസീൽദാർ മേഡം തിരക്കിലാണോ? വിനയ് പുഞ്ചിരിയോടെ ചോദിക്കുമ്പോൾ ജനനി മുഖമുയർത്തി അവനെ നോക്കി. അവനെ കണ്ടത് അവളുടെ മുഖത്ത് പുഞ്ചിരി വിടന്നു. വിനയേട്ട വന്നോ? ഇവനിന്ന് ഭയങ്കര കുറുമ്പ. ഞാൻ ഓഫീസിൽ പോയതിന്റെ ദേഷ്യാണെന്നറിയില്ല, ഒന്നും ഉറങ്ങുന്നില്ല. വിനയ് ബാഗ് മാറ്റി വെച്ച് അവൾക്കരികിലേക്ക് ഇരുന്നു. ഇങ്ങ് തന്നതിന്റെ രാജകുമാരനെ. അവൾ കണ്ണനെ കയ്യിലെടുത്തു ഉമ്മകൾ കൊടുത്തു. അവന്റെ കുഞ്ഞു ചെവിയിൽ മൂക്കുകൊണ്ട് അവൻ ഇക്കിളി കൂട്ടി. അച്ഛന്റെ ചൂടേറ്റതും കുഞ്ഞു പതുക്കെ ശാന്തനായി. എങ്ങനെയുണ്ടായിരുന്നു ജെനി ഓഫീസിൽ ആദ്യ ദിവസം? അവൻ അവളുടെ തോളിൽ കൈ ചേർത്ത് വെച്ചു. എല്ലാം മാറിയ പോലെ, പക്ഷെ സഹപ്രവർത്തകർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു ഞാൻ തിരിച്ചെത്തിയതിൽ. സത്യം പറഞ്ഞാൽ വിനയേട്ടനില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. ആൾ അവന്റെ തോളിലേക്ക് തലയായിച്ചു. ആ മോൻ വന്നോ? പെട്ടെന്നാണ് അടുക്കളയിൽ നിന്ന് അമ്മ വന്നത്. ഇന്ന് മോളില്ലാത്തോണ്ട് ഇവൻ എന്നെ ചുറ്റിച്ച് കളഞ്ഞു. അമ്മ കുഞ്ഞിനുള്ള പാലുമായി അവർക്കരികിലെത്തുമ്പോൾ മോൻ വിനയുടെ കയ്യിലിരുന്ന് ഉറങ്ങിയിരുന്നു. ആഹാ, അച്ഛനെയും അമ്മയും കണ്ടപ്പോ ഇവൻ ഉറങ്ങിയോ? വാത്സല്യത്തോടെ അവരവനെ തലോടി. അച്ഛനെവിടെ അമ്മേ? പറമ്പിലേക്കൊന്ന് ഇറങ്ങി മോനെ. മോനുമായി അവർ മുകളിലേക്ക് നടക്കുമ്പോൾ നിർവൃതിയോടെ അമ്മ അവരെ നോക്കി നിന്നു. പിന്നീടുള്ള കുറെ നല്ല നിമിഷങ്ങൾക്കൊടുവിൽ ആ ദിവസം അവസാനിക്കാൻ നേരമായി. വീട് നിശബ്ദമായി. സുമതി അമ്മയും അച്ഛനും അന്ന് നേരത്തെ കിടന്നു. രേവതി പഠിക്കാനായി ബാംഗ്ലൂരാണിപ്പോൾ. രാവിലെ മുതൽ അമ്മ കൂടെ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ അമ്മയെ കണ്ടപ്പോൾ മുതൽ അമ്മയോട് പറ്റിച്ചേർന്നിരുന്ന് മോന് നേരത്തെ ഉറങ്ങി. മോനെ കിടത്തിയ ശേഷം അവൾ ബാൽക്കണിയുടെ ഗ്ലാസ് വാതിൽ അടച്ചിട്ടു. എന്നിട്ടും ബാൽക്കണിയിലൂടെ നിലാവിളിച്ച റൂമിലേക്ക് പരന്നു കിടക്കുന്നു. തണുത്ത കാറ്റ് ജനാലകളിലൂടെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ജനനി തന്നെ മുടിയഴിച്ചിട്ട് കണ്ണാടിക്കുമ്പിൽ നിൽക്കുമ്പോഴാണ് വിനയ് റൂമിലേക്ക് വന്നത്. അവൻ പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി. വിനയേട്ട വീട്ട് കുഞ്ഞ് എഴുന്നേൽക്കൂ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൻ നല്ല ഉറക്കത്തിലാ ജനി. അവൻ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കിയ ശേഷം അവളോട് ചേർന്ന് നിന്ന് പറഞ്ഞു. എനിക്കെന്റെ ഭാര്യയൊന്ന് സമാധാനമായിട്ട് കാണാൻ കിട്ടിയത് ഇപ്പോഴാ. അവൻ അവളെ തന്നിലേക്ക് തിരിച്ചിട്ടു. അവന്റെ കണ്ണുകളിലെ പ്രണയം ജെന്നിയെ വീണ്ടും വിറപ്പിച്ചു. മാസങ്ങൾക്ക് മുമ്പുള്ള ആ പിണക്കവും വാശിയും ഒക്കെ ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. അവൾ അവന്റെ കൂർത്തയുടെ ബട്ടലുകളിൽ വിരലോടിച്ചു. സത്യം പറ, അന്ന് ആ കല്യാണ നാടകം കളിക്കുമ്പോൾ എന്നോട് അല്പം പോലും സ്നേഹം തോന്നിയിരുന്നില്ലേ? അവൾ കുറുമ്പോടെ ചോദിച്ചു. വിനയ് അവളുടെ മുഖം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. സ്നേഹമുള്ളതുകൊണ്ടല്ലേടി നിന്നെ അങ്ങനെ പരീക്ഷിച്ച്. നിന്റെ ആദർശങ്ങളെക്കാൾ നിനക്ക് ഞാനാണ് വലുതെന്ന് എനിക്ക് ബോധ്യപ്പെടണമായിരുന്നു. നിന്റെ ഈ കണ്ണുകളിലെ തിളക്കം കാണാൻ ഞാനത്ര കൊതിച്ചെന്നറിയോ? അവൻ അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു. ജനനി അവന്റെ നെഞ്ചിലേക്ക് അമർന്നു. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ പരസ്പരം കൂടുതൽ അടുത്തു. ഇനി ഒരിക്കലും എന്നെ വിട്ടുപോരുത് ജെനി. നിന്റെ ഈ ഗന്ധം, ഈ സാമീപ്യം, ഇതൊന്നുമില്ലാതെ എനിക്ക് നിശ്വസിക്കാൻ പോലും കഴിയില്ല. അവൻ അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടുകൾ കണ്ടു പൊതിഞ്ഞു. അവരുടെ ആ പ്രണയ നിമിഷത്തിൽ ആ പഴയ മുറിവുകളെല്ലാം എന്നേക്കുമായി ഉണങ്ങിപ്പോയിരുന്നു. ചന്ദ്രന്റെ വിളിച്ച് അവരെ പൊതിഞ്ഞു നിന്നു. മാളിയേക്കൽ തറവാട്ടിൽ ആ മുറിയിൽ ഇപ്പോൾ പ്രണയം ഒരു മഴയായി പെയ്തിറങ്ങിയായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അവർക്കിടയിൽ വിരിഞ്ഞു നിന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.